നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരായിരിക്കണം? മലയാള സിനിമയിൽ അനന്യമായ ഭാവതലങ്ങൾ പകർന്നാടിയ, ദേശീയ പുരസ്കാരത്തിൻ്റെ നിർവൃതിയിലേക്ക് മലയാള സിനിമയെ ആനയിച്ച നമ്മുടെ സ്വന്തം സലീം കുമാർ. സലീം കുമാറിനെ സ്വാഗതം ചെയ്യാം. എന്ത് കാര്യം പറഞ്ഞാലും അവന് കൗണ്ടർ പറയാന്നുള്ളതാണ് സലീം കുമാറിൻ്റെ ഏറ്റവും വലിയ സിദ്ധി എന്നാണ് ഒരാൾ പറഞ്ഞത്. ഇത്ര കൗണ്ടർ അടിക്കുന്ന ഒരാൾ വേറെ ഇല്ലെന്നാണ്. ഇതെങ്ങനെ ഈ കൗണ്ടർ അടിച്ച് പൈൻ്റ് അടിച്ചും മറ്റൊക്കെയാണോ അങ്ങനെ കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ട് സലീം കുമാർ പ്രാപ്തനായത്? അങ്ങനെയല്ല, അത് അങ്ങനെ ആയിപ്പോണു. അത് മനഃപൂർവ്വമല്ല, അത് അങ്ങനെ വന്നു പോകുന്നതാണ്. ഞാനങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ കുറേ വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടോ ഒന്നുമല്ല. ഒരു കൗണ്ടറായിട്ട് പറയാന്ന് വെച്ചാൽ അത് പക്ഷെ അതൊരു സിദ്ധിയാണത്. എൻ്റെ അമ്മയായിരുന്നു ഏറ്റവും നല്ല കൗണ്ടർ അടിക്കണം. ഞാൻ തന്നെ ചിരിച്ചു പോയിട്ടുള്ളത്. അന്ന് ആ പുള്ളി വിദ്യാഭ്യാസം എന്ന സംഭവമേ ഇല്ല. നമ്മൾ കാണുന്ന വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ഇന്നസെൻ്റിനെ പോലെ ഒരു 400 ക്ലാസിൻ്റെ അറിവുകളുണ്ട്. ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് അതെ അതെ അങ്ങോട്ട് എത്തണ്ട, അതിന് മുമ്പ് വരും. അതിനു മുമ്പ് ഇങ്ങോട്ട് വരും. അത് വന്നത് നമ്മൾ ചിന്തിക്കേണ്ട അപ്പുറത്തായിരിക്കുള്ളൂ. പാളിയായിട്ടും വരിക്കും, തലതെറിച്ച് പോകും. തലതെറിച്ച് പോകും. ഒരു പക്ഷെ അങ്ങനെ ഒന്നായിരിക്കാം. അമ്മ വഴിക്ക് കിട്ടിയ സിദ്ധി. അതെ അതെ, വേറൊന്നും തരാൻ പറ്റിയില്ല മുമ്പിലത്തേക്ക്. അപ്പോൾ അതെങ്കിലും പക്ഷെ അതല്ലേ വലിയ മുതല്. സലീം കുമാർ എന്നുള്ള കലാകാരനെ സൃഷ്ടിച്ചെടുത്തത് ഒരുപക്ഷെ അമ്മ തന്ന ഈ കൗണ്ടറിൻ്റെ അല്ലെങ്കിൽ നർമ്മത്തിൻ്റെ അല്ലെങ്കിൽ പരിസരബോധം ഉൾക്കൊണ്ടുകൊണ്ട് പെരുമാറാൻ സംസാരിക്കാനുള്ള കഴിവായിരിക്കും. അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ സിദ്ദിഖ് ലാലേട്ടനൊക്കെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് തന്നെ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒത്തിരിയല്ല, കുറച്ച് പേരുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉത്തരമായിരിക്കും അവരിൽ നിന്ന് വരുന്നത്. പക്ഷേ അടുത്ത കാലത്ത് ഞെട്ടിയിൽ മുഴുവൻ സലീം കുമാറിൻ്റെ കുത്തകയാണ്. ആ ചിരി എങ്ങനെയാണ്? ഒന്നുകൂടെ ഒന്ന് പിടിച്ച്. അല്ല, ചിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അത് ഇതുപോലെ തന്നെ ഉണ്ടായി പോകുന്നതാണ്. അതൊന്ന് ചിരിച്ചെന്ന് പറഞ്ഞാൽ ഒരു ചിരിയിൽ ഒരുപാട് മാറ്റം വന്നു എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പഴയ സലീം കുമാറിൻ ചിരിയല്ല ഇപ്പം കുറച്ചും കൂടി ഒരു ഗൗരവമായി. പണ്ട് സലീം കുമാറിൻ ചിരിയിലൊരു നിഷ്കളങ്കതയും നൈർമല്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. കുറച്ചുകൂടി ഒരു അത് ആളുകൾ നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴേ നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കൂടുതലുകളും തിരിച്ചറിയും. കായ് പരമുള്ള മാവിലല്ലേ ഏറ് കിട്ടുള്ളൂ സലീമേ. അല്ല, അതിന് പരാതികളൊന്നുമില്ല. പരാതിയായിട്ട് പറഞ്ഞല്ലേ. ഇപ്പോൾ ഞാൻ എന്തായിരുന്നു പഴയ ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ആളുകളുടെ ക്യാമറയുടെ ഫോക്കസ് ഒന്ന് അടുപ്പിച്ചതിലേക്ക് അയാൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ഫോക്കസ് അടുപ്പിച്ച് അങ്ങനെ വെക്കുമ്പോൾ സലീം കുമാറിൻ്റെ സംഭാവനയായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നൊരു വലിയൊരു പ്രസ്താവനയാണ്, ഞെടുക്കുന്ന പ്രസ്താവന. ഞാൻ അഭിനയം നിർത്താൻ പോവുകയാണ്. അത് എന്തായാലും നിർത്തിയേ പറ്റുള്ളൂ. കാരണം ഈ കാലചക്രം എന്നൊരു പറഞ്ഞ സംഭവമുണ്ട്. ഈ കാലചക്രം ഉരുണ്ടിങ്ങോട്ട് വരുമ്പോൾ നമ്മളെയൊക്കെ ഞെരിച്ചമർത്തിക്കൊണ്ട് അത് പോകും അങ്ങോട്ട്. ഇല്ല, ഞാനിങ്ങനെ ബലം പിടിച്ചിരുന്നുണ്ടെങ്കിൽ ഈ തമിഴ് ലോറിക്ക് വരുമ്പോൾ തവള ബലം പിടിച്ചിരിക്കൂലേ, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നമ്മൾ മാറിക്കൊടുത്തില്ലെങ്കിൽ നമ്മളെ ചവിട്ടിയരിച്ചത് പോകും. എങ്ങനെ സലീമിന് ഇനിയും എന്താണ് എണ്ണപ്പെട്ട സിനിമകൾ ഇങ്ങനെ കിടക്കുകയാണ്? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ നാളെ അഭിനയം നിർത്തുന്നോ മറ്റൊന്ന് അഭിനയം ഞാനിവിടെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അഭിനയം നിർത്തുന്നാണ് പറഞ്ഞത്? അല്ല, എപ്പോഴെങ്കിലും അതൊക്കെ ആഗ്രഹിച്ചിട്ട് അല്ല, എപ്പോഴെങ്കിലും ഒന്നുമില്ല. ഏറി വന്ന ഒരു 3 വർഷം. കാരണം ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞത് വീണ്ടും ഞാൻ പ്ലേ ചെയ്ത് കാണിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഈ നമ്മളിപ്പോൾ 3 വർഷത്തിന് മുമ്പാവാം. എന്താണ് 3 വർഷത്തിനുള്ളിൽ അഭിനയം വൈൻഡപ്പ് ചെയ്യണമെന്ന് സലീം കുമാറിനെ ഇപ്പോൾ പ്രേരിപ്പിക്കുന്ന ഘടകം? ഇപ്പോഴല്ലത്, കുറെ കാലമായി, ഒരുപാട് നാളായി. ഞാൻ എന്ത് സിനിമയിൽ വന്ന് അന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നതാ. അത് പണ്ട് ആരാ പറഞ്ഞു, ജോലി കിട്ടിയിട്ട് വേണമെന്ന് രാജിവെക്കാൻ. അത്രേ ഉള്ളൂ. ഞാൻ ബ്രിട്ടാസ് സത്യം പറഞ്ഞാൽ 2 സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളാണ്. ഒരു സിനിമ ഞാൻ അഭിനയിക്കുക, ഒന്നത് കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുക. കാരണം ഒരു നടൻ എന്ന രീതിയിൽ എന്നെ അംഗീകരിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പടവും കൂടി വിളിക്കുക. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. ഇപ്പം 2 പോയി, 250 260
പടങ്ങളോളമായി. അതും ഏതെല്ലാം വൈവിധ്യമാർന്ന റോളുകളിലൂടെ, ഒരു 2-3 ഭാഷകളിൽ. ഇതൊന്നും എൻ്റെ വരുമ്പോഴുള്ള ആഗ്രഹത്തിലുള്ള ഉള്ളതല്ല. താങ്കളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ്. ഓക്കെ, ചില സമയത്ത് ചില ആൾക്കാർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെ തെറി പറഞ്ഞു കളയും. വരട്ടെ. ശ്രീ സലീം കുമാർ പറവൂരുകാരനാണ് എന്നതിൽ ഞങ്ങൾക്കെല്ലാം ഭയങ്കര അഭിമാനമുണ്ട്. പറവൂരിൽ ജനിച്ചു വളർന്ന് വലിയ സൗഹൃദങ്ങളുണ്ടാക്കി ജനങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറിയ ഒരു കലാകാരനാണ് സലീം കുമാർ. പറവൂരിലെത്തുമ്പോൾ ഒരു താരപരിവേഷവും ഇല്ല. വെറും സാധാരണക്കാരനായി പഴയ സലീം കുമാറായി ഇപ്പോഴും അദ്ദേഹം പെരുമാറുന്നു. എനിക്ക് തോന്നുന്നു വലിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും അദ്ദേഹത്തിന് ഏറ്റവും സാധാരണ തട്ടിലുള്ള ആളുകൾ മുതൽ മുകൾ തട്ടിലുള്ള ആളുകൾ വരെയുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് നല്ലൊരു അഭിനേതാവായി അദ്ദേഹത്തെ മാറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സലീം കുമാർ ഉടൻ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം അഭിനയം നിർത്തും എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊന്നും സന്തോഷകരമായ വാർത്തയല്ല. കണ്ടോ സലീം കുമാറെ, ഞാനാണിത് പറഞ്ഞിരുന്നെങ്കിൽ സലീം കുമാർ ഉപയോഗിക്കുക എന്ത് വീരദോഷമാണ് ഇത്. നിങ്ങളുടെ സ്വന്തം സതീശൻ, സതീശൻ ചേട്ടൻ ഞങ്ങളുടെ MLA ആണ്, KPCC വൈസ് പ്രസിഡന്റാണ്. മാത്രമല്ല സലീമിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അതെ, എന്ത് കാര്യമാണ് പോടി വരുന്ന ഒരാളാണ് അദ്ദേഹം. പറയണു, അമ്മാതിരി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊന്നും ഇനി മുതൽ പുറത്തേക്ക് വിട്ടേക്കരുതേ, ഇനിയും താങ്കൾ അഭിനയിച്ചു കൊണ്ടുവരിക്കണം. അല്ല, അങ്ങനെ അഭിനയങ്ങൾ നിർത്തിയിട്ട് ഞാൻ വേറെ എങ്കിലും ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും സംഭവം. ഞാൻ ചോദിച്ചോട്ടെ സലീം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ തള്ളലിൽ സമ്മർദ്ദത്തിൽ പറഞ്ഞു പോയതാണോ, അതെയോ കുറേ കാലമായിട്ട് ആലോചിച്ചുറപ്പിച്ചിട്ട് മടുത്തു ഇനിയും ചൂട്ടികുത്താൻ എന്ന് പറഞ്ഞ പോലെ? അല്ല, മടുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ സത്യം, നമ്മൾ കുറച്ച് സത്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക. നമ്മൾ ഈ കാൽപ്പനികമായ ഉള്ളൊരു ലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മാത്രം മരണമില്ല, ബാക്കി എല്ലാവർക്കും മരണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റ ആളുകളാണ് സിനിമാ ലോകത്തുള്ളത്. സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് എല്ലാം നിത്യഹരിതങ്ങളാണ്. അതെ, പക്ഷേ സലീം കുമാർ അതിൽ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. ഈ നിത്യഹരിതങ്ങളെ കാണുമ്പോൾ സലീം കുമാർ എന്നാ ചിന്തിക്കുന്നത്? എനിക്ക് പഴയ നിത്യഹരിതങ്ങൾ ഞാൻ ഓർക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മോഹങ്ങൾക്കൊന്നും വലിയ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ, ഞാൻ ചുമ്മാ കാണാൻ ചെന്നു, തളർന്നെടുക്കുന്നു പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂറോടൊന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, സലീം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടുന്ന് പടി വരെ ഒന്ന് നടക്കുക. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവം. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം, സമ്പാദിച്ചു കൂട്ടണം, അത് ചെയ്യണം, അവിടെ സ്റ്റേറ്റ് വാങ്ങിക്കണം, ഇവിടെ ഫ്ലാറ്റ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ, എന്നെപ്പോലെ തന്നെ ചോരയും നീരൊക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ആ സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു 100 മീറ്ററോളം ഉണ്ടാവില്ല, അവിടം വരെ ഒന്ന് നടക്കുക എന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നൈമിഷികത സലീം കുമാർ തിരിച്ചറിഞ്ഞു അതിലൂടെ. അതെ, ഇത്രയേ ഉള്ളൂ. ഈ വലിയ കോട്ടും സൂട്ടും ആർഭാടവും ആരവൊക്കെ മുഴക്കുന്ന മനുഷ്യന് തലയ്ക്ക് പിറകിൽ ഒരു ചൊട്ട് കിട്ടിയാൽ അതെ തീർന്നു. അപ്പം സലീം കുമാറിന് 2 കാല് പച്ചമണ്ണിൽ കുത്തിയിട്ടാണ് നിൽക്കണേ എപ്പോഴും, അല്ലേ? അതെ അതെ. ഇപ്പോഴുള്ളതെല്ലാം ബോണസാണ്. അത്രേ ഉള്ളൂ. ബോണസാണ്. ജീവിതത്തിൽ ഇപ്പം നേടിയതെല്ലാം എല്ലാം ബോണസാണ്. കാരണം നമ്മുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇമ്പോർട്ട് ചെയ്യാനും പറ്റൂല, ഇവിടുന്ന് ഒന്നും എക്സ്പോർട്ട് ചെയ്യാനും പറ്റാത്ത ഒരു പോർട്ടാണ്. പക്ഷെ പലരും ഇവിടെ കിടന്ന് പർച്ചേസ് ചെയ്ത് മരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പർച്ചേസിങ് പോണ സമയത്തോട് പർച്ചേസ് ചെയ്താ അവനും അറിയാം ഒന്നും കൊണ്ടുപോകാൻ പറ്റൂലെന്നുള്ളത്. ഫ്ലൈറ്റിൽ സ്ഥലമില്ല. അതെ അതെ, ഫ്ലൈറ്റ് ഒരു ഒരു സംഭവം പോലും അങ്ങോട്ട് കേട്ടില്ല, ഷർട്ട് പോലും കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ അവിടേക്കാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കൂട്ടി കൂടെ നിൽക്കുന്നവനെ ദ്രോഹിച്ച്
കൂടെ യാത്ര ചെയ്യേണ്ടവനാണ്. ചിലപ്പോൾ ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടവനെ ദ്രോഹിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ എൻ്റെ കണ്ണുറപ്പിച്ച് അവിടെ ഇരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴെല്ലാം ഇങ്ങനെ ഒരാളുടെ മോഹങ്ങൾ. പിന്നെ രണ്ടാമത്തെ കണ്ണാറ് തുറപ്പിച്ചത്? രണ്ടാമത്തെ കണ്ണ് ഇതൊരു തുറന്നിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഞാൻ നിർത്തേനെ. കാരണം വേറൊന്നുമല്ല, അതിന് അഹങ്കാരമൊന്നും. നമ്മൾ ഇതിനൊക്കെ അഹങ്കാരം എന്ന് പറയുകയാണെങ്കിൽ അഹങ്കാരത്തിൻ്റെയൊക്കെ അർത്ഥം വേറെ ഡിക്ഷണറി. അല്ല, സലിമിനൊരു ഗുണമെന്ന് വെച്ചാൽ സലിമിൻ്റെ സിനിമയിലെ സഹപ്രവർത്തകരും സലിമിന് സിനിമയിൽ ഒരുപാട് അവസരം തന്ന ആൾക്കാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സലിമിനൊരു ഗുണമുണ്ട്, ഓൻ ചില കാര്യങ്ങൾ പച്ചയായിട്ടൊക്കെ പറയും. ചില ആൾക്കാരുടെ മുഖത്ത് വീഴുന്ന ചുളിവുകളെക്കുറിച്ചോ അല്ല അവരുടെ ഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതങ്ങ് പറയും. അത്ര നിഷ്കളങ്കനാണോ സലീം കുമാർ ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്? ഉള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, കാരണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറയാതിരുന്നാൽ പറയാതിരിക്കുന്നത് ഒരു ആത്മഹത്യ എന്നാ പറയണം. ഞാൻ പറഞ്ഞതല്ല, ഭാസ്കരൻ മാഷ് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വിട്ടാസിൻ്റെ മൂത്ത് നോക്കി തന്നെ പറയണം. അല്ലെങ്കിൽ ഞാൻ മാറി നിന്നിട്ട് ഒരാളോട് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഉള്ളത്. ഇങ്ങനെ പറയുന്നതുകൊണ്ട് സലീം ഒറ്റപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്, സലീമിന് സിനിമയിൽ സുഹൃത്തുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. അങ്ങനെ സിനിമയിൽ സുഹൃത്ത് ബന്ധം എന്ന് ഞാൻ പറഞ്ഞുതരാം. 1-2 ഉണ്ടാവും, 1-2 കഷ്ടിയുണ്ട്. അതല്ലാതെ ഇപ്പോൾ അതൊരു പൂരപ്പറമ്പാണ്. ഈ പൂരപ്പറമ്പിൽ എല്ലാ വർഷവും കുറെ ആന വരും, മേളക്കാർ വരും. ഈ പൂരം കാണാൻ വന്നിരുന്നവർ മറ്റാനെ കണ്ടില്ലല്ലോ, ആ മേളക്കാരനെ കണ്ടില്ലല്ലോ, ഒന്നും ചോദിക്കില്ല. അവന് പൂരം കാണണം, പൂരം നന്നാവണം. ആന ഏതാണ്? അതിന് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആന കേശവൻ, ഗുരുവായൂർ കേശവൻ, കണ്ടോട്ടി കിണ്ടോട്ടി, അങ്ങനെയൊക്കെ ഒരു പേര് പറ. അതൊക്കെ മേള ആരുടെയാണ് ഇന്ന ആള് എന്ന് പറഞ്ഞു. ഓക്കെ, അവൻ ഹാപ്പി ആവാൻ പോയി. അല്ലാതെ അടുത്ത കൊല്ലം വരുമ്പോൾ അയാൾ എന്ത്, അല്ലെങ്കിൽ ആ ആന എന്ത്, അത് ഒന്നും ചോദിക്കൊന്നുമില്ല. അത് തന്നെയാണ് സിനിമ. അപ്പോൾ പൂരപ്പറമ്പിലെ ഈ ഇനം ഏതാണ്? ഏത് പിടിയാനയാണോ കൊമ്പനാണോ? അത് എന്തായിട്ടും അറിയില്ല. എന്നാലും ഒരു കൊമ്പുണ്ട്. അതെ, എവിടെയോ ഒരു സലിമിന്റെ DNA-യിൽ, അതായത് മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമീണന്റെ ഭാവമാണ്. ഈ പറഞ്ഞ പറവൂരിലെ ആ ഗ്രാമത്തിൽ നിന്ന് സലീം കുമാർ എവിടേക്കും പോയിട്ടില്ല. ആക്ച്വലി അവിടെ തന്നെ കിടക്കുക. ഞാൻ അവിടെ തന്നെ ഷൂട്ടിങ്ങുമായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിലും പോയെങ്കിൽ പോലും അവിടെ തന്നെ കിടക്കുക അല്ലേ? അതെ, അതേപോലെ തന്നെ പറവൂർക്കാരും. പക്ഷെ അവരെന്നെ ഇപ്പം കുറേ സംഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുത്തു തുടങ്ങി. ഒരു സിനിമാക്കാരൻ്റെ പരിവേഷം ഒറ്റ ആൾക്കൂട്ടത്തിൽ തനിയാവുക എന്നുള്ളത് നമ്മളെ വലിയ. സലീമിനെ കാണുമ്പോൾ ആൾക്കാരൊന്നും എഴുന്നേറ്റൊക്കെ നിന്ന് അല്ല, അത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുമല്ല, കാരണം നമുക്ക് ഒരിക്കലും, ഞാൻ അങ്ങനെ വളർന്ന ഒരാളല്ല. ഇവരിലൊരാളായിട്ട് ഒക്കെ ഇടപഴകി വളർന്ന ഒരാളാണ്. അല്ല, ഞാനങ്ങനെ മാറി നിന്നൊക്കെ വളർന്ന അടിച്ചും പിടിച്ചും കയറിയതാണ്. അതെ, അവിടെ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിലൊരു 100 പേരിൽ ഒരാളായിരിക്കുള്ളൂ. പിന്നീട് നമ്മളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം എന്താണ് നീ എടുക്കേണ്ടത്, വേണ്ട അത് വന്നേ അത് കസേരയൊക്കെ എടുത്ത് തന്നവിടെ എടുത്താ. ഇതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇരുന്നത്. എന്നിരുന്നാലും ഒരു നടനാവണമെങ്കിൽ നടക്കണം. അപ്പം എനിക്ക് നടക്കാനുള്ള വഴി ഒപ്പിച്ചൊന്ന് പറവൂരും പിന്നെ മിമിക്രിയാണ് സലീം കുമാറിനെ ഉണ്ടാക്കിയെടുത്തത്. അതെ, മിമിക്രിയോട് ഇപ്പോഴും ഒരു അടങ്ങാത്ത തീർച്ചയായിട്ടും മോഹമുണ്ട്. ഞാനൊരു മിമിക്രി താരമാണ്, കലാകാരനാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിഷമമില്ല. ഒരു വിഷമമില്ല. മറ്റു പല ആൾക്കാർ മിമിക്രിയൊക്കെ ഇങ്ങോട്ട് മറന്നു സലിമേ. അത് അവരുടേതായ വ്യക്തിത്വം, എൻ്റേതായ വ്യക്തിത്വം. കാരണം ഞാൻ മിമിക്രി എന്നൊരു സിനിമയിലേക്ക് വരാൻ വേണ്ടി പഠിച്ചൊരു കലാരൂപമല്ലായിരുന്നു. അറിയാതെ വന്നു, വയറ്റിപ്പഴപ്പാക്കിയത്. അല്ലാണ്ട് ആ മിമിക്രി വെച്ചിട്ട് സലിം സ്റ്റേജ് ഷോകളിലെ കൊണ്ട് മിന്നി തിളങ്ങി. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പാടില്ല സലിമിന്റെ പെർഫോമൻസ്. വരട്ടെ. മംഗളോദയം. ഫസ്റ്റ് എപ്പിസോഡ് എന്ന് വെച്ചാല് നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നു. നായിക പാലെടുത്ത് അടുപ്പിൽ വെക്കുന്നു. അതോടെ ആ എപ്പിസോഡ് തീർന്നു.
നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ചപ്പോ ഒരു എപ്പിസോഡ് തീർന്ന ഇതെന്തൊരു എപ്പിസോഡാ? പാല് തിളക്കാൻ എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം. 10 മിനിറ്റ് പരസ്യം. 30 മിനിറ്റ് ഒരു എപ്പിസോഡ് തീർക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ലേ, കഥയില്ലെങ്കിൽ കുഴപ്പമില്ല. പുതുമ വേണം. പുതുമ പുതുമ. എന്റെ പേരല്ലോ പുതുമാചന്ദ്രൻ. പുതുമ മാത്രമേ ഇയാള് പുതുമാചന്ദ്രൻ എന്ന് പറഞ്ഞാണ് ഡയറക്ടർ. ഒന്നും എല്ലാത്തിലും പുതുമയാണ്. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് പറയേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും കൂടി നിന്നിട്ട് കുടുംബക്കാരെന്ന് കരയുന്നു. അതൊക്കെ പഴഞ്ചൻ. മരിച്ചെടുക്കുന്നു, ചുറ്റുമുള്ള ആൾക്കാർ ചിരിക്കുന്നു. അങ്ങനെ ഇയാൾ എല്ലാവരും പുതുമ. സെക്രട്ടേറിയറ്റ് വളയുന്നു. എത്ര ഒരു 5000 പേര് വരും, വേണ്ട ഒറ്റൊരാൾ മതി സെക്രട്ടേറിയറ്റ് വളയാൻ. അതങ്ങനെ കാണിക്കും. ഒരാളുടെ മുഖത്ത് ഈ 5000 പേരുടെ എക്സ്പ്രഷൻ ഞാൻ കാണിക്കും. അത് വിട്ടുകള അങ്ങനെ ഒരു പുതുമുണ്ടുന്ന ഒരാളാണ് പുതുമാചന്ദ്രൻ. ഞാൻ ഓർത്തത്. ഇതിങ്ങനെ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ടാണോ സലീം ഇങ്ങനെ ഇതൊക്കെ ആവാഹിക്കുന്നത്? മനസ്സിലായി? തീർച്ചയായിട്ടും. അപ്പം ഞാനൊന്നല്ല, അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവില്ല അതിനകത്ത്. ഇപ്പോൾ സമൂഹം അംഗീകരിച്ചില്ലെങ്കിൽ, അതിൽ നിന്ന് ഒരു ഓഡിയൻസ് അംഗീകരിച്ചില്ലെങ്കിൽ. പക്ഷെ കുറച്ച് ഇംപ്രവൈസേഷൻ ഒക്കെ പിന്നീട് സലീം നടത്തി. അതായത് സലീമിൻ്റെ ഭാവചേഷ്ടകളിൽ, ശബ്ദത്തിൽ, പിന്നെ ചിരി. ആ ചിരിയായിരുന്നു നമ്പർ അല്ലേ? ചിരിയല്ലായിരുന്നു നമ്പർ അന്ന്. ഒരു പടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ചിരിയുടെ പേരിൽ. അപ്പോൾ CB ഉദയനാണ് നന്നായിട്ട് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. മായാജാലം എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഈ കലാഭവൻ അസാധ്യ തിരക്കിലെടുക്കണം സമയത്ത്. അപ്പം മണിക്ക് വെച്ചിരുന്ന വേഷമാണ്. അപ്പോൾ ഡയറക്ടർ ബാലു കരുത്തണ്ട് പറഞ്ഞു, ചിലപ്പോൾ നടക്കാൻ സാധ്യത 11 വരില്ല കലാഭവൻ, ഞാൻ അവിടെ നിൽക്ക് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അമ്പരം നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ CB ഉദയൻ്റെ റൂമിലൊക്കെ എന്നെ വിളിച്ചു. അപ്പം വേറൊന്നും ചെയ്തു. ഒരുപാട് തമാശ പറഞ്ഞ് ഞാൻ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബലപ്രഖ്യാപനം വന്നു, ഞാനല്ല നടൻ എന്നുള്ളത്. പിന്നെ ഞാൻ പാലക്കാട് വെച്ച് ചെന്നതിൻ്റെ പേരിൽ ഒരു വേഷം എനിക്ക്, ഞാൻ വേറെ പടത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഈ മെയിൻ വേഷമല്ല. ഒരു 2 സീനുള്ള മുകേഷ് ചേട്ടൻ്റെ 2 സീനുള്ള സംഭവം. പിൽക്കാലത്താണ് അവരെന്നോട് പറഞ്ഞത്, അന്ന് ഞങ്ങൾ അയാളെ വേണ്ട അയാൾക്ക്, കാരണം അയാൾ ചിരി ആക്കി ചിരിയാണെന്ന് പറഞ്ഞു. ഇവര് വിചാരിച്ച് ഞാൻ ഇവരെന്തോ ആക്കി ചിരിക്കുകയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആ വേഷം എന്നെ നിന്ന് മാറ്റി വേറെ നടന്നു കൊടുത്തു. പക്ഷേ ഈ ചിരി കൊണ്ട് പല സ്ഥലങ്ങളിലും കയറി പറ്റിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവണമല്ലോ. പല സിനിമകളിലും അതിൻ്റെ ക്ലാസിക് ടച്ച് എന്ന് പറയുന്നത് സലീമിൻ്റെ ചിരിയാണ്. അല്ല, ഒരു കാലത്ത് നമ്മൾ ദ്രോഹിച്ചിരുന്നത് എന്തായിരുന്നാലും ശരി, നമ്മളറിയാതെ അതിന് നമ്മൾ നിരപരാധിയാണെങ്കിൽ ആ ദ്രോഹിച്ച് തന്നെ. അങ്ങനെ ഈ മിമിക്രിക്കും സിനിമയ്ക്കും സ്റ്റേജ് ഷോയ്ക്കെല്ലാം വേണ്ടിയിട്ട് ചിരിച്ച് അവസാനം ഈ ചിരിയിൽ കലർത്തിയോ, മായോ ആയോ? ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കി ഒരു ചിരിയല്ല അത്. അല്ല. സലീമിൻ്റെ ഭാര്യ പലരോടും പറഞ്ഞെന്ന് കേട്ടു, ഇയാളുടെ ചിരി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആക്കിയതാണോ, സ്വീപ്പാക്കിയതാണോ, മക്കാറാക്കിയതാണോ, അതായത് കൊലച്ചിരിയാണോ, പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇന്നേ വരെ എന്നെ മനസ്സിലായിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിജയരഹസ്യം. കാരണം ഒരു ഭർത്താവിനെ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. അത് എന്ന് പിടികൊടുക്കണം? അന്ന് തീർന്നു. സിനിമയുടെ ലോകത്തേക്ക് സലീം വരുന്നു. ഒരുപക്ഷെ കലാഭവൻ മണി ആരാണ് പ്രവചിച്ചിരുന്നത്, എടാ സലീമേ നീ വരും സിനിമയിലേക്ക്? പക്ഷെ അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു അല്ലേ, സിനിമയിലേക്ക് പറഞ്ഞിരുന്നു. മണി എൻ്റെ കല്യാണത്തിന് വന്നപ്പോഴാണ്. ഇനി അടുത്തത് കല്യാണത്തിന് വന്നപ്പോൾ നല്ല സൂപ്പർ സ്റ്റാറിനെ പോലെ നല്ല സുന്ദരനായിട്ടായിരുന്നു. എന്തായാലും ശരി, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇല്ല, മണി അന്ന് തിളങ്ങി വെട്ടി തിളങ്ങിക്കണാണ്. അപ്പോൾ ഞങ്ങൾ കലാഭവനിൽ ഒരുമിച്ച് പ്രോഗ്രാം നടത്തുന്നതാണ്. അപ്പോൾ വന്നപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ, നമ്മുടെ സഹപ്രവർത്തകരുടെ. മണി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ, അവൻ പറഞ്ഞതാണ് ഇങ്ങനെ. ഇപ്പം ഞാൻ വന്നു, ഞാൻ അടുത്തത് സലീമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അത് അതിന് സന്തോഷം തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരണം എന്നുള്ള ഒരു പക്ഷേ ആ സിനിമയുടെ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യമുണ്ട്. അതായത് മിമിക്രിയിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലേക്ക് കയറി ഇങ്ങനെ രക്ഷപ്പെട്ടു. അത് പക്ഷേ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പേര് മിമിക്രിയിലേക്ക് വരാൻ തുടങ്ങി. അവിടെയാണ് കുഴപ്പങ്ങൾ പറ്റിയത്. മിമിക്രി തകർത്ത് കളഞ്ഞു. തകർത്തു എന്ന് പറയാൻ ഞാൻ ആളല്ല, മായം ചേർത്തു. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. കുഴപ്പമുണ്ട്, മൊത്തം കുഴപ്പമുണ്ടായിട്ടുണ്ട്. മിമിക്രിയിൽ കുഴപ്പമുണ്ട്. ഇപ്പം മിമിക്രി ഇല്ലല്ലോ. പിന്നെന്താ ഉള്ളത്? TV ഷോയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് 2.5 മണിക്കൂർ മിമിക്രി ഇല്ല. ഗാനമേള,
സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി, 2-3 സ്കിറ്റ്, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഫുൾ ടൈം പ്രോഗ്രാം എന്ന് വെച്ചിട്ടുള്ള സംഭവമേ നിന്നു. ഒരു ഫുൾ ടൈം ഷോ ആയിട്ട് മിമിക്രി ഒന്നും നടത്താൻ പറ്റുന്ന ഒരു ശേഷി ഇപ്പോൾ ഇല്ല ആർക്കാക്ക്. അതാണ്. അല്ലാണ്ട് ആളുകൾ നല്ലത് കണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ഭയപ്പാട് അങ്ങനെ നടത്താൻ പറ്റില്ല എന്നുള്ളൊരു. അല്ല, ടെലിവിഷൻ ഷോ ഒരു പക്ഷേ മിമിക്രി എന്നുള്ള കലയെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, വേറെ സംഭവമുണ്ട്. ഇത് ഇപ്പം ഞങ്ങളും ചെയ്യുമ്പോഴും ടെലിവിഷൻ ഷോക്ക് ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ ഒത്തിരി സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റിയ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് ഒരിക്കലും ടി വിയിൽ അവതരിപ്പിക്കില്ല. അത് സ്റ്റേജിൽ കൂടി കണ്ടാൽ മതി. അപ്പോൾ ആർക്കും കയറി നിരങ്ങാവുന്ന ഒരു മേഖല. ഇപ്പം അതല്ല, ഒരുത്തൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന പരിപാടി യാതൊരു ഇതില്ലാതെ മറ്റവൻ കൊണ്ട് ടി വി കൊണ്ട് കാണിക്കുന്നു. ഒരു മര്യാദയില്ല, ഒരു മര്യാദയില്ലാതെ. അപ്പോൾ ഒരു കലാരൂപമാണ് അതിനകത്തുനിന്ന് നശിച്ചു പോയത്. ഒരു കലാരൂപത്തിൻ്റെ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. എന്തായാലും മിമിക്രിയാണ് നമുക്ക് അന്നം തന്നുള്ളതുകൊണ്ട് അതിനോട് ബഹുമാനമുണ്ട്. തീർച്ചയായിട്ടും അതിനോട് മാത്രം. നേരത്തെ ഒരു കാര്യം ചോദിച്ചല്ലോ, ഈ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ, അത് പല ആൾക്കാരും അത് ആ പശ്ചാത്തലം ഒന്ന് വേണ്ടാന്ന് വെക്കുകയാണ്. ബയോഗ്രഫി എഴുതുകയാണെങ്കിൽ ആ ഭാഗം കട്ടികളയും. എന്താ അഭിപ്രായം? അത് ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. അതൊക്കെ ഒരു മര്യാദക്കാരനായല്ലോ ഇപ്പോൾ സലീം പെട്ടെന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ എന്നെ ആക്കിയത് ഞാനൊരു മെയ് മാസം 31-ാം തീയതി എറണാകുളം ഫൈനാൻസ് കാർഡിൽ വെച്ച് ഞാൻ നിലവിളിച്ചു പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത്. ആർക്കും മനസ്സിലായില്ല എന്താണെന്ന് ഞാൻ അറിയണത്. അപ്പം എല്ലാവരും വന്ന് തന്നെ ആശ്വസിപ്പിച്ച്, വേറെ എന്തോ പ്രശ്നമാണെന്ന് വെച്ചിട്ട് ഞാൻ പറയാനും പോയില്ല. ഞാൻ പറഞ്ഞു, നാളെ തുടങ്ങി എൻ്റെ ഒരു ചേട്ടൻ മരിച്ചു, പിന്നെ ഞാനും ഉണ്ട്, അമ്മയുണ്ട്, ഒരു സഹോദരി, ഈ സഹോദരിയുടെ മകൻ. ഞങ്ങൾ 4 ഇനി ആഗസ്റ്റ് മാസം ഓണം. മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഈ 3 മാസം കൊണ്ട് 250 രൂപ എൻ്റെ കയ്യിലുള്ളൂ. എങ്ങനെ ജീവിക്കും? അതോർത്താണ് ഞാൻ കരഞ്ഞു പോയത്. പക്ഷേ അത് പിന്നീട് അപ്പോഴാണ് ഈ ടെലിവിഷൻ ഷോ വന്നത്. പക്ഷേ ടെലിവിഷനിലായിരുന്നെങ്കിൽ സലീം കുമാർ ദാരിദ്ര്യം കൊണ്ട് ചത്തുപോയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. പലതരത്തിലുള്ള സിനിമകളിലും സലീം കുമാർ തല കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു സിനിമ ഇപ്പോൾ അധികം ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്ന സിനിമയല്ലേ, എന്തായിരുന്നു ആ സിനിമയുടെ പേര്? ഏത് ടൈപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മസാല. കിന്നാരത്തുമ്പികൾ. കിന്നാരത്തുമ്പികൾ അവരത് അങ്ങനെ ഉദ്ദേശിച്ചെടുത്ത സിനിമയല്ല അത്. അതൊരു ഷക്കീല പടം. ഷക്കീൽ ആദ്യമായിട്ട് വരുന്ന പടമാണത്. അപ്പോൾ എന്നെ വിളിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷക്കീലയുടെ നായകനാക്കാന്ന് പറഞ്ഞാണ് വിളിച്ചത്. അല്ല, അതിൽ അങ്ങനെ മോഹിപ്പിച്ചോ? അല്ലല്ല, അന്ന് ഷക്കീലിനൊന്നും ആർക്കും അറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് റോഷൻ എന്ന് പറയും. റോഷൻ, വിനോദ് റോഷൻ എന്ന് വെച്ചാൽ ഏറ്റവും സംവിധായകനുണ്ട്. അപ്പോൾ റോഷൻ ചേട്ടൻ പറഞ്ഞു, എടാ ഒരു അവാർഡ് പടം നീ ഒന്ന് ഇവിടെ നമ്മുടെ മൂന്നാർ ആ സൈഡിലാണ്, അപ്പം ഒന്ന് ചെയ്യണോ? ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അവാർഡ് കൂടാണ് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചെയ്തപ്പോഴും എൻ്റെ ഭാഗത്തൊരു പ്രശ്നമൊന്നുമില്ല, ആ പടത്തിലും ഇല്ല ഒന്നും. അങ്ങനെ ഈ പടമായിട്ട് ഇവർ ഒരുപാട് സ്ഥലത്ത് നടന്നു. പടത്തിൽ യാതൊരു സെക്സോ അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇതിൻ്റെ ഡയറക്ടർ, അയാളൊരു നല്ല സിനിമയാണ് പ്രതീക്ഷിച്ചത്. ഈ ഇതിൻ്റെ ഡയറക്ടർ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ എപ്പോഴാണ് മോശം സിനിമ? മോശം ആരും ഇല്ലാതായ സ്ഥിതിക്കിട്ട് ഇവർ ഒറ്റ കുഞ്ഞില്ല, ഈ പടമെടുക്കാനായിട്ട് ഒരാളുമില്ല. അപ്പോൾ ഞാൻ ഡബ്ബിങ്ങിന് ചെല്ലുമ്പോൾ വല്ലാത്ത അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സലീമേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഒരാൾക്കും വേണ്ട, എന്തെങ്കിലും ഇതിനകത്ത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ്, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഐറ്റങ്ങളെ ആ കാശെടുത്ത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്താലും നിങ്ങൾ എന്നോടൊരു വാക്ക് എനിക്ക് തന്നെ, എൻ്റെ പടം നിങ്ങൾ പോസ്റ്ററിൽ വെക്കരുത്. പക്ഷെ അവർ വാക്ക് പാലിച്ച് പോസ്റ്ററിൽ വെച്ചില്ല. പോസ്റ്ററിൽ അവർ വെച്ചില്ല. കാരണം അവർ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പടം എടുത്തത്. അല്ല, അപ്പം ഈ ഷക്കീലയായിട്ട് ഒരുമിച്ച് ഇല്ല അഭിനയിച്ചില്ല, സീനുണ്ടായിരുന്നില്ല. ഇല്ല. ഓ, അതിൻ്റെ ഒരു നഷ്ട ദുഃഖത്തിലാണ് ഇപ്പോഴും. അതിപ്പോൾ ദുഃഖമുണ്ട്. അപ്പം അന്ന് ആ പടവും ഞാൻ കുറേ ഇത് കണ്ടാണ്, അങ്ങനെ സംഭവമേ ഇല്ല അതിൽ, യാതൊരു ഗതിയില്ലാതെ. അങ്ങനെ
അത്തരത്തിലൊരു പടം ഉണ്ടാക്കാൻ കാരണം നമ്മൾ മലയാളികൾ മാത്രമാണ്. അപ്പോൾ സലീം പറയണ വെച്ചാൽ പടം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ പീസസ് അങ്ങോട്ട് ചേർത്തു അല്ലേ? അത് രണ്ടാമത് ഷൂട്ട് ചെയ്തതാണ്. രണ്ടാമത് ഷൂട്ട് ചെയ്തു. അത് ഡയറക്ടർക്ക് അറിഞ്ഞൂടാ പാവത്തിന്. ഓ, ഡയറക്ടർ അറിയാതെ അങ്ങനെ ഷൂട്ട് ചെയ്ത സംഭവം അല്ലേ ഞാനും. പ്രൊഡ്യൂസർ സ്വന്തമായിട്ട് ചെയ്തതാണ്. അല്ല, പ്രൊഡ്യൂസർ കുറ്റപ്പെട്ടുകാരില്ല, യാതൊരു ഗതിയില്ല. പക്ഷേ ഡയറക്ടർ അറിയാതെ പ്രൊഡ്യൂസർക്ക് പ്രേരണ നൽകിയത് സലീം കുമാറാണ്. അല്ല, ഞാൻ പറഞ്ഞു എനിക്കെന്താ ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. പക്ഷെ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ പോസ്റ്ററിലൊന്നും എൻ്റെ തല വെക്കരുത്. ഞാൻ അല്ലെങ്കിൽ അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ ഇവിടെ ഇതൊന്നും കാണാതെ മൊത്തം മലയാളികളൊന്നും അല്ലല്ലോ. ആ ഇടക്ക് ഞാൻ സിനിമയിലോട്ട് അധികം കാലമായിട്ടില്ല. എൻ്റെ സിനിമകൾ എൻ്റെ നാട്ടിൽ കണ്ട ഒരു വൃദ്ധന്മാരെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പടവും കിന്നാരത്തുമ്പികളാണ്. അത് ശരി. പക്ഷേ അന്ന് കല്യാണം കഴിച്ചിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞു? ഭാര്യ അങ്ങനെ ആ സിനിമക്കൊന്നും പോകില്ലല്ലോ. മക്കള് 2 ചെറിയ പിള്ളേരാ. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ തെങ്കാശിപട്ടണം എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിങ് നടക്കണം. അപ്പോൾ രാവിലെ ഒരു ചായ, അതിപ്പോഴേ ശരി, എനിക്ക് 5 സ്റ്റാർ ചായ ഒന്നും എനിക്ക് പറ്റൂല. ഈ പ്രഭാതകൃത്യങ്ങളെടുത്താനായിട്ട് ഈ തട്ടുകട ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന അടിച്ചിടുന്ന ചായ ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ നടന്ന് 1 മീറ്റർ ചായ, അതെ, ആ ചായ കുടിച്ചിട്ട് ആണ് നമുക്ക് എന്നാലും ഒരു ശരിയാവുള്ളൂ, സുഖമുള്ളൂ. അങ്ങനെ പഴനിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പഴനിയിൽ ഞാൻ ചായ കുടിക്കാൻ ചെന്നേക്കാണ്. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2-3 പേര് കണ്ടു. അപ്പം എനിക്കൊരു ഡൗട്ടായി. കാരണം ഇതാരോ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാണ്. എന്തോ ഗുണ്ടകളൊക്കെ ആയിട്ട് ഇവനുണ്ടായിരുന്നു അതിൽ, അങ്ങനെയാണ് തട്ടിക്കളയെന്നുള്ള പേടി. രണ്ടാമത്തെ ദിവസം എന്നപ്പോൾ ഈ 2 പേരെന്നുള്ള 3-4 പേരായിട്ട് ഞാൻ ഈ സത്യം ഞാൻ ചായ കുടിച്ചിട്ട് എങ്ങനെയാണ് പോകണമെന്നറിയില്ല. 3-ാം ദിവസം കുറേ ആളുകൾ കൂടി അവിടെ. ഒരുത്തൻ, ഇതൊക്കെ ഞാൻ ഇടം കണ്ടുകൊണ്ട് എല്ലാം കണ്ട് ഞാൻ ശ്രദ്ധിക്കണില്ലെന്ന് വെച്ചിട്ടാണ് അവർ. ഒരുത്തൻ അടുത്തോട്ട് വന്ന് സത്യം മറ്റേ കയ്യും കാര്യം പറയുകയാണ്. അങ്ങനെ ഇയാൾ ചോദിച്ചു, സാർ നിങ്ങൾ നടികറാ? കാരണം മലയാളത്തിൽ തന്നെ എന്നെ കറക്റ്റായിട്ട് ആളുകൾക്ക് അറിയില്ല. ഈ തമിഴ്നാട്ടിൽ എന്നെ എങ്ങനെ അറിയാം നടികർ? സാർ നിങ്ങൾ പടം ഇവിടെ കളിക്കുന്നത് അരങ്ങേറ്റ വേള, അരങ്ങേറ്റ കാതല എന്തോ പേരിലാണ്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനല്ല, അത് ഞാൻ അഭിനയിച്ചിട്ടില്ല. ഓ സാർ നീങ്ങ തന്നെ, അത് മലയാളത്തിൽ കിണ്ണാർത്തുമ്പി. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം തുടങ്ങി ജനങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ സുരേഷ് ഗോപി ഉണ്ട് ആ ഹോട്ടലിൽ, നമ്മുടെ ലാലേട്ടനുണ്ട്, ലാലേട്ടനാണ് പ്രൊഡ്യൂസർ. ലാലേട്ടനൊക്കെ നോക്കുമ്പോൾ ഒരു പറ്റം ആളുകൾ എൻ്റെ ചുറ്റും. ഇവരുടെ അവിടുന്ന് ഒരാളുമില്ല. എനിക്ക് എൻ്റെ സൂട്ട് കേസ് കേടായിട്ട് നന്നാക്കാൻ കൊണ്ടുപോകുന്നു. ഓട്ടോറിക്ഷ കയറിയാൽ വലിയ പൈസ വണക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹുമാനം. അത്രയും ബഹുമാനം എനിക്കൊരു മലയാളം. അതുകൊണ്ട് കിന്നാരത്തുമ്പികൾ കൊണ്ട് തമിഴ്നാട്ടിൽ ഒരു റേറ്റിംഗ് കൂട്ടി. വേറെ അതെ, അവര് മിക്കവാറും വന്നതിലെന്നറിയോ, ഈ ഷക്കീലയുടെ അഡ്രസ്സ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് ഒരുപക്ഷെ ഈ കിന്നാരം തുമ്പികളിൽ നിന്ന് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് സലീം കുമാർ ചേക്കേറുന്നത് ഈ സിനിമയിലാണ്. മലയാളിയുടെ ഒരു ആസ്വാദനത്തിലേക്ക് സലീം പയ്യെ അങ്ങ് പ്രവേശിക്കുകയാണ്. പയ്യെന്ന് പറയാൻ പറ്റില്ല, ഒരു കൊല ചിരിയിരിച്ചിട്ടാണ് കയറി വന്നത്. അന്നാ ചിരി സംവിധായം പറഞ്ഞോ, ലാലൊക്കെ പറഞ്ഞോ, ഈ ചിരിക്കാത്തൊരു USP ഉണ്ട്, ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട് സലീമേ എന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങ് അഭിനയിച്ചു. അങ്ങനെ ചിരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചിരിച്ചുപോയി, അവരൊക്കെ പറഞ്ഞു. ചിരിച്ചു പോയതാണോ ചിരിപ്പിച്ചതാണോ? സ്വന്തം ചിരിച്ചു പോയതാണ്. അവരത് ഓക്കെ പറയുകയും ചെയ്ത്. അല്ല, എനിക്കിപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള്, എൻ്റെ വൈഫൊക്കെ കണ്ടങ്ങനെ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ ഈ ലാൽ ക്രിയേഷൻ്റെ പടങ്ങളാണ്. ആയ കണ്ടേക്കണേ അല്ല, ഒട്ടുമിക്ക അവിടെ പടങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. വേറെ ഞാൻ കൊണ്ടുപോകാറില്ല, അവർ വന്നൊന്നും പറയാറുമില്ല. അവിടെ ആകുമ്പോൾ ലാലേട്ടൻ്റെ വൈഫുണ്ട്, ഇവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാൻ അങ്ങോട്ട്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ ഏകദേശം കുറേ ഒട്ടുമിക്ക പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അഭിനയിക്കാൻ വയ്യാത്ത പടങ്ങൾ തന്നെയാണ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. 1-2 ഉള്ളൂ. എനിക്കിപ്പോഴും ലാലേട്ടനൊക്കെ വിളിച്ചാൽ അതൊരു വേറൊരു എക്സ്കർഷൻ മൂഡാണത്. ലാലിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. അതെ അതെ. മനസ്സിൻ്റെ
ഈ പറഞ്ഞ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി വെക്കും. അതെ അതെ. ഇപ്പോൾ ദിലീപ് ആണെങ്കിൽ ശരി, ദിലീപുമായിട്ട് നല്ല സിഗ്ഗാണ്. അതെ. ഇപ്പോൾ ഇതിന്ന് എല്ലാവരും ഉണ്ടല്ലോ, ദിലീപ്, റാഫി മക്കാട്ടിൻ, ഷാഫിയാണ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ലാലേട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അത് സുരേഷ് ഏട്ടൻ, അതൊരു എക്സ്കർഷൻ മൂടായിരുന്നു ഒരു ഷൂട്ട്. ആ ഒരു സുഖമൊന്നും എനിക്ക് പിന്നീടൊരു അപ്പോൾ കിട്ടിയിട്ടില്ല. പിന്നീട് കിട്ടണമെങ്കിൽ ലാലേട്ടൻ ഡയറക്ടറായിട്ടുള്ള പടത്തിന് ഞാൻ പോയി. അപ്പോഴും പക്ഷേ ഫുൾ ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇമാതിരി പടങ്ങൾക്ക് എന്നെ വിളിക്കരുത്, നിങ്ങൾ അഭിനയിക്കുന്ന പടങ്ങൾ മാത്രം വിളിച്ചാൽ മതി. അല്ല, ഒരു കണക്കിന് ദിലീപും മറ്റേ ലാലൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻസിൽ സലീം കുമാറെ കൊണ്ട് തിളങ്ങും. അത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു മൂടുന്ന മത്സരം ഉണ്ടോ? മത്സരമല്ല, അതൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്കാരുടെ കൂടെ ഒരു എക്സ്കർഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാതെ അവരായിട്ട് ഉള്ള ഇതിൻ്റെ പേര്. സലീമേ കണ്ട, ഇതൊക്കെ വിട്ടു പോയോ സലീം? ഒരിക്കലുമില്ല. ഇതാണ് യഥാർത്ഥ സലീം കുമാർ. അതെ. ഇതിൽ ചെറുതെങ്കിലും കൈ നിട്ടാണോ? അത് തന്നെ വരുന്നതാണ്. കയ്യിൽ നിന്ന് കിട്ടുന്ന ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബെന്നി പി നായരമ്പലമാണ്, ഷാഫിയാണ് ഡയറക്ടർ. അപ്പോൾ ഷാഫി എന്ന് വെച്ചാൽ നോക്കാണ്ട് ഫുൾ പവറിലങ്ങോട്ട് പോവുക. കാരണം ഷാഫിയുടെ എല്ലാ പടത്തിനും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വൺ മാൻ ഷോ തുടങ്ങി ഇപ്പോൾ അവസാനം ഇറങ്ങിയ പടത്തിൽ വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഞാൻ നേരത്തെ നിർത്താൻ പോകുന്നതൊക്കെ പറയുമ്പോൾ ഈ ഷാഫിയുടെയൊക്കെ പടങ്ങൾക്ക് എങ്ങനെ ഷാഫി ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ഒരുപക്ഷെ ഈ ലാലും ഷാഫി എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ സലീം അങ്ങോട്ട് നിർത്തിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാവും. രാത്രി ഈ പ്രഖ്യാപനമൊക്കെ നടത്തി രാത്രി ഇങ്ങനെ ആലോചിക്കുമോ മണ്ടത്തരായോ? അല്ല, മണ്ടത്തരം ഞാൻ അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഞാൻ ഇനി അഭിനയിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. മാറിയോ? അല്ല, 3 വർഷം കഴിഞ്ഞ് ഞാൻ 3 വർഷം കഴിഞ്ഞ് അഭിനയം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണോ പറഞ്ഞത്? ആലോചിക്കുമെന്നൊന്നുമല്ല പറഞ്ഞ, അഭിനയം നിർത്തും. പിന്നെ അപ്പോഴൊക്കെ ഒരു പക്ഷേ ഇതൊക്കെ മാറി കാണും. ചിലപ്പോൾ ചില ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ ഈ ദോഷേക ദൃക്കുകൾ ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ സലീമിനെ തന്നെ അറിയാം. സലീമിനെ കുറിച്ച് ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ ഇറക്കി വിടുന്ന ആൾക്കാർ. അതുണ്ടാവുമല്ലോ, അതുണ്ടാവും ഓരോ കഥകൾ. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരെ കുറിച്ച് കഥകൾ ഇറക്കിയതിൻ്റെ പ്രതിപകാരം അവർ തരുന്നതായിരിക്കും. വേണമെങ്കിൽ ഞാൻ ആരെ കുറിച്ച് കഥകൾ ഇറക്കിയിട്ടില്ലല്ലോ. ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പാണോ? അവരുടെ മുമ്പിൽ വെച്ച് പറയുന്ന കഥകളുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒളിഞ്ഞു മാറിയിട്ട് അവരുടെ കഥകൾ ഉണ്ടാക്കാവുന്ന ഒന്നുമില്ല. അവർ പറയുന്ന സംഭവത്തിനോട് എന്തെങ്കിലും കൗണ്ടർ അടിക്കാൻ തന്നെ ഒരു കഥ പോയിട്ട് രാത്രി ഇരുന്ന് വീട്ടിൽ ആലോചിച്ച് വന്നിരുന്നിട്ട് അത് കൗണ്ടർ അടിക്കാതെ പോയ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അല്ലേ? അത് പറ്റില്ല. അപ്പം കൊടുത്തിരിക്കണം. തിരിച്ചതുപോലെ വരും. പക്ഷെ എന്നാലും ഒരു കൊടുക്കൽ വാങ്ങലാണ്. അത് പലരും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ കൗണ്ടർ അടിച്ചിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ച മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഒരുപാട്? ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ച് ആവലാതിപ്പെടാറില്ല. അല്ലല്ല, ഒരാളെ ദ്രോഹിക്കുന്ന കൗണ്ടറുകൾ അവൻ ചിലപ്പോൾ അല്ലെങ്കിൽ ആ പറയുന്ന ആൾ പോടാ എന്നതിൽ അപ്പുറമായിട്ട് അയാളെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശുദ്ധനല്ലേ? അല്ല, ശുദ്ധനാണ് 2-3 പ്രാവശ്യം പറയാൻ തുടങ്ങി. ഞാൻ ശുദ്ധനാവണോ? ആണോ? ഞാൻ ശുദ്ധനാണോ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട കള്ളത്തരങ്ങൾ ഉണ്ടാവും. ജീവിക്കാൻ വേണ്ട, അതിനപ്പുറത്തേക്കുള്ള കള്ളത്തരങ്ങളില്ല. ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചെടുക്കുമ്പോൾ കരയരുത്. കാരണം ഞാൻ നട്ടെല്ല് ഉയർത്തി തന്നെ ആയിക്കോളൂ കിടക്കുന്നത്. എന്താണ് സലീം എപ്പോഴും മരണത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മരണത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ചില ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ സലീം കുമാർ എപ്പോഴും സ്വന്തം മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടെന്ന് ആര് പറയും? തീർച്ചയായിട്ടും ഇത് അയാൾക്ക് മാത്രമല്ല ബാധകമുള്ള സംഭവമല്ല. അത് നമ്മൾ ജീവിക്കുന്നത് തന്നെ തൊട്ടടുത്ത് ചുറ്റുപാടുകൾ കാണുന്നത് എന്താ. നമ്മൾ കൊച്ചിൻ ഹനീഫ മരിച്ചു കിടക്കുമ്പോൾ സലീം കുമാർ ആദ്യം പറഞ്ഞത് സലീം കുമാറിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇക്ക ഞാനും വരും, അത്രേ ഉള്ളൂ. അതൊരു കുഴപ്പമായി. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമില്ല കൊച്ചിൻ ഹനീഫ മരിച്ചതിൽ. കാരണം കൊച്ചിൻ ഹനീഫ ഇന്ന് പോയടത്തേക്ക് നാളെ ഞാൻ പോകണ്ടയാ. ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ധരിച്ചെന്താണെന്ന് അറിയാമോ, ഞാനിങ്ങനെ റെഡിയായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അറിഞ്ഞില്ലേ സലീം കുമാർ ചാവാൻ പോണ്?
ഇതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ സ്കൂളിൽ പോണ സ്ഥലത്ത് പിന്നെ ഇവർ തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഹാർട്ട് അറ്റാക്ക്. ചാലക്കുടിയിൽ ഞാൻ ചാലക്കുടിയിൽ ഷൂട്ടിങ്ങിന് ഒരു പടത്തിന് ഒരു ദിവസത്തോട്ട് പോയിട്ടുള്ള ആകെ. ചാലക്കുടി ഷൂട്ടിങ്ങിന് ഞാൻ അല്ലാതെ വലിയ മാരക രോഗമാണെന്ന് ആൾക്കാർ പറഞ്ഞു. എന്തൊക്കെ രോഗങ്ങൾ എൻ്റെ നേരെ നോക്കി ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ രോഗങ്ങളാണ് സലീം കുമാറിൻ്റെ മുകളിൽ ആരോപിക്കപ്പെട്ടത്? അത് ഇന്ന് വരാൻ പറ്റിയ ഏറ്റവും വലിയ രോഗങ്ങൾ തുടങ്ങിയിട്ട് കാർ ആക്സിഡൻറ്റ് അമേരിക്കയിൽ വെച്ചായിരുന്നു. ദിലീപിൻ്റെ കൂടെ അമേരിക്കയിൽ പോയപ്പോൾ ഇവിടുന്ന് അപ്പം കറക്റ്റ് അമേരിക്ക ആകുമ്പോൾ കാർ ആക്സിഡൻറ്റ് വെച്ച് താങ്ങാം എന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിലപ്പോൾ തന്നെ വിളിച്ചു. പല സംഭവം കേൾക്കാം, ഒന്നുമില്ലട്ടോ അയാളോട് റെഡിയാണ്. അതെ, വേറെ ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പലരും എന്നെ വിളിക്കുക, ഹലോ ആ എന്താടാ, ഒന്നുമില്ല, ശരിയട്ടാ, അങ്ങനെ ചോദിക്കുക, എന്താടാ ഒരു കാര്യം ചോദിക്കുക. അപ്പം എനിക്ക് ഉറപ്പ് പിടി കിട്ടും. പിന്നെ ചോദിക്കും, നീ എന്താ വിളിക്കണോ? ഇല്ല ഒന്നുമില്ല, ചുമ്മാ നിന്നെ വിളിച്ചിട്ട് ഒരുപാട് ഞാൻ എങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞത്. അത് വലിയ കുഴപ്പമായി അന്ന് പറഞ്ഞത്. എവിടെ ഹനീഫ് ഖാൻ മരിച്ചന്ന് ഞാനന്ന്. പക്ഷേ ഹനീഫ് ഖാൻ മരിച്ചതെന്ന് യഥാർത്ഥത്തിൽ മനസ്സ് നൊന്ത് തന്നെ പറഞ്ഞതാണ് ആക്ച്വലി, അല്ലേ? അതെ, കാരണം ഹനീഫ്ക്ക് ഇതിനോടൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു, മരണത്തോട്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ നിനക്ക് വേറെ വല്ല കാര്യം പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട്. മരണത്തെക്കുറിച്ച് ഒരുപാട് ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള സലീം കുമാറിൻ്റെ അഭിപ്രായ പ്രകാരം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സലീം കുമാറിൻ്റെ വിശ്വാസം? അത് പലരുടേതായിട്ടുള്ള. സലീമിൻ്റെ വിശ്വാസം എന്താണ്? എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ അത് തീർന്നു. ഒരു എരുമ അല്ലെങ്കിൽ ഒരു പോത്ത് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പോത്തിന് ഇതുണ്ടാവുന്ന മൈത്തോളജി പ്രകാരം വീണ്ടും ജന്മം, രണ്ടാം ജന്മം, മൂന്നാം ജന്മം, അതൊരിക്കലും രണ്ടാം ജന്മങ്ങളുണ്ടാകും. അപ്പൊ നിത്യതിന് പറഞ്ഞ നായായിട്ടും പൂച്ചയായിട്ടൊന്നും ഉണ്ടാവില്ല. സലീം കുമാറിന് വരണമെന്ന് ആഗ്രഹമുള്ളൊരു ജീവി ഏതാണ്? ഏതായാലും മനുഷ്യൻ വേണ്ട. മനുഷ്യനെ പോലെ ഇത്ര വൃത്തികെട്ട ജീവി വേറെ ഒന്നുമില്ല. കാരണം ഏറ്റവും ഇവിടെ പേടിത്തൂർന്നാണ് മനുഷ്യൻ. ഏറ്റവും പേടിത്തൂർന്ന ആരെ ഞാൻ മനുഷ്യനായി പറയുള്ളൂ. ഒന്നിനെ ഫേസ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പം മനുഷ്യൻ വേണ്ട, പിന്നെ ഏത് മൃഗം? അല്ല, മനുഷ്യൻ എന്തുകൊണ്ട് വേണ്ടെന്നുള്ളതുണ്ട്. കാരണം നമ്മൾ നിത്യേന കേൾക്കുന്നൊരു സംഭവമാണ്, ആത്മഹത്യ ചെയ്തു സ്ത്രീ അല്ലെ പുരുഷൻ, ഭാര്യയെ വഞ്ചിച്ചു, ഭർത്താവ് വഞ്ചിച്ചു, അല്ലെങ്കിൽ കടമടക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് എന്തെങ്കിലും കേസ് പറഞ്ഞിട്ട് സീലിംഗ് ഫാനിൽ കെട്ടി തൂങ്ങി ചത്തു, അല്ലെങ്കിൽ ട്രെയിനിൽ തലവെച്ച് ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും മൃഗം ആത്മഹത്യ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട? ഒരു പുലി സീലിംഗ് ഫാനിൽ കെട്ടി തൂങ്ങി ചത്തു, പുലി ജനതക്ക് തലവെച്ചു എന്ന്. അതൊക്കെ വിവരമുള്ളതാണ്. ഇതൊന്നും ഒരാളെ കൊല്ലയില്ല. അത് ഒരു ജീവിയും തിന്നാനല്ലാതെ ഒരാളെയും കൊല്ലില്ല. ഇവിടെ ആവശ്യമില്ലാത്ത ആൾക്കാരെ കൊന്നിട്ടിട്ട് വെറുതെ പോവുക, രാവിലെ എഴുന്നേക്കുന്നതിന് ആർക്കിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞ. അപ്പം ഏതായാലും മനുഷ്യനൊന്നും വേണ്ട, ബാക്കി ഏത് മൃഗമായാലും ഞാൻ, മത്സ്യങ്ങളായാലും ഒക്കെ ഞാൻ എന്തായാലും മനുഷ്യനായിട്ട് ജനിക്കില്ല. അത് ഉറപ്പിക്കാം. അത് വേണം നമുക്ക് സലീം കുമാറിന് വേണ്ടി ഉറപ്പിച്ചെടുക്കാം. കുഴപ്പമില്ലല്ലോ. ശരി, ഒരു പ്രധാനപ്പെട്ട ഒരാൾ, സലീം കുമാറിനെ അറിയാവുന്ന ഒരാൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്, കുറേ നേരമായി വരുന്നു. മനുഷ്യൻ തന്നെയാണ്. എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് സലീം. സലീമിനെ ഞാൻ ആദ്യം കാണുന്നത് ഏറ്റവും രസമെന്ന് വെച്ചാൽ എൻ്റെ സിനിമയുടെ തന്നെ ലൊക്കേഷനിൽ മേക്കപ്പ് ഇട്ടതിന് ശേഷമാണ്. സത്യമേവ ജയതേ എന്നതിൻ്റെ ഒരു പടത്തിൽ ഒരു കള്ളൻ്റെ വേഷം, അതൊരു രസകരമായൊരു സീക്വൻസ് ആയിരുന്നു. ഞാൻ ലൊക്കേഷനിൽ വരുമ്പോൾ കാണുന്നത് സലീം മേക്കപ്പ് ഇട്ട് ഇരിക്കുന്നതാണ്. മേക്കപ്പ് ഇട്ട് തന്നെ വന്നത്. അപ്പം പുള്ളിയുടെ ഫേസ് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഞാൻ നന്ദുവിൻ്റെ പറഞ്ഞു, ഇയാളെ കണ്ടാലേ ഒരു കള്ളൻ്റെ ലുക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സലീമും ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ സീക്വൻസ് വളരെ രസകരമായിട്ട് ആ സീക്വൻസ് വർക്കൗട്ടായി വന്നു കഴിഞ്ഞ് യഥാർത്ഥത്തിൽ സലീമിൻ്റെ ഒരു സിനിമയിലെ ഒരു തിരക്ക് തുടങ്ങുന്ന അവിടെ നിന്നാണ്. കറക്റ്റാണോ? കറക്റ്റാണ്. അത് കള്ളൻ്റെ ലുക്കുണ്ട്, എല്ലാം കറക്റ്റാണ്. ഇതായിരിക്കുള്ള എൻ്റെ ഒരു ആദ്യത്തെ ഹിറ്റ് എന്ന് പറയാനായിട്ട് സത്യമേവ ജയതേ. അതിനു മുമ്പ് ഒരു ഹിറ്റുകളെന്നോ എൻ്റെ കഥാപാത്രത്തിന് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. സത്യമേവ ജയതേയാണ് എന്നെ നോട്ട് ചെയ്തത്. ഈ ലാലേട്ടനൊക്കെ നോട്ട് ചെയ്തതും സത്യമേവ ജയതേ സിനിമയാണ്. റാഫി മക്കാട്ടൻ അവരൊക്കെ പറഞ്ഞ അയാൾ സത്യമേവ കണ്ടിട്ട് തന്നെയാണ് തെങ്കാശിപ്പട്ടണത്തിലെ നേരത്തെ കണ്ട വേഷത്തിന് എടുക്കുന്നത്. അല്ല, ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആൾക്കാർ പറഞ്ഞിരുന്നോ നിനക്കൊരു കല്ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? അതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ശരി തന്നെയാണ്. അപ്പോൾ
ഞാൻ ചുമ്മാ പറഞ്ഞത് വിറ്റാസിന് സമാധാനമായി കൊടുത്ത് പറഞ്ഞാണ്. എന്നങ്ങനെ ആരും ഒരു കള്ള ലക്ഷണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉറപ്പായിട്ടും പറഞ്ഞിട്ടില്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ആദ്യത്തെ ഇതൊക്കെ കേൾക്കും ചിലപ്പോൾ ഇങ്ങനെ, പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് ഒരാളും ഇങ്ങനെ